സമ്മർ വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും മുഖത്ത് നല്ല സന്തോഷമായിരിക്കും. എല്ലാവരും ഹോളിഡേ ജോളിയായിട്ട് ആഘോഷിക്കും. ഇവന്റെ പേര് തോമസ്, ഇവൻ ടോണി. തോമസിന്റെ സഹോദരി ഷെറിൻ, ഇവൾ ക്രിസ്റ്റീന. ഇവനാണ് അബി. ഓരോ വെക്കേഷനും മുടങ്ങാതെ ഇവൻ അങ്കിളിന്റെ വീട്ടിലെത്തും. ഇതാണ് ഇവരെപ്പോഴും കളിക്കാൻ വരുന്ന ഇവരുടെ സീക്രട്ട് പ്ലേസ് ആയ ഗുഹ. ടോണി, നീയും കളിക്കാൻ വരുന്നുണ്ടോ? അഭിമോനെ, അവനെ കൊണ്ടുപോണ്ട. ബൈ. താങ്ക് യു. മുത്തശ്ശ, ഞാനും കളിക്കാൻ പോട്ടെ? നിന്നെ കൊണ്ട് അവർക്കൊപ്പം കളിക്കാൻ പറ്റില്ല. പിറകിൽ പോയി സ്റ്റോഴ്സിലെ ജോലി നോക്ക്. തോമസ്, where is Sherin? She is at home. Okay. ആരാ? ഹലോ. Hi, ഹബി. ശരൺ, ശരൺ, എവിടെയാ ഉള്ളത്? ഒന്ന് പറ, വാ തുറന്ന്. Summer vacation is over. I am going back to my home.
ഇനി എപ്പോ കാണാൻ പറ്റും? നെക്സ്റ്റ് സമ്മർ വെക്കേഷൻ. Are you sure? യെസ്. ഞാൻ നിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലല്ല ഇത്രയും ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. Me too ഡാ. ഓക്കെ, ഞാനെന്നാ പോയിട്ട് വരട്ടെ. കുട്ടിക്കാലം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. വളർന്ന് വലുതായതിനു ശേഷം ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. എത്ര സങ്കടത്തിലാണെങ്കിലും കുട്ടിക്കാലത്തെ ആ നല്ല നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്താൽ സന്തോഷം താനേ വരും. ഇപ്പൊ ഈ കുട്ടികളൊക്കെ വളർന്ന് എവിടെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതെ അതെ, വന്നടി മോളെ. ഭഗവാനേശ്വര, ഈ ലോകത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണേ. എന്താ ഇവളെ കണ്ണ് നിറയുന്നത്? എടി, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം എന്താ ഇപ്പൊ വാടിയിരിക്കുന്നേ? ഞാൻ എന്താ ഹിമാലയത്തിൽ പോയി സന്യസിക്കാൻ പോവന്നോ, അതോ കാശിക്ക് പോകാൻ പോന്നോ? എടി, നമ്മള് സൗത്തിലാ ഉള്ളേ, നിന്റെ ചേട്ടൻ പോകുന്ന നോർത്തിലാ. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് 2 ദിവസം അങ്ങ് പോടി. എപ്പോഴും ഇങ്ങനെയാണല്ലോ ഞാൻ പോകുന്നത്. പിന്നെന്താ ഇന്നൊരു പ്രത്യേകത? ഈ 2 ദിവസം എനിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ അറിയില്ലേ അത്? നിന്നെ തനിയെ ഇട്ടു പോന്നത് എനിക്കും വിഷമമുണ്ടടി മോളെ. ഭാര്യയ്ക്ക് വേണ്ടി 28 ദിവസം, ദൈവത്തിന് വേണ്ടി 2 ദിവസം. എന്നെ എന്താ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാത്തത്? നിനക്കൊരു വിശേഷം ഉണ്ടായി ഛർദിച്ച അതിലൊരു കാര്യമുണ്ട്. നീ വണ്ടി പോകുമ്പോ ഒക്കെ ഛർദിച്ചോണ്ടിരിക്കല്ലേ. ഒരു ദിവസം ഈ ഗവൺമെന്റ് അറിഞ്ഞ് നിന്റെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്ത് ഇന്ത്യക്ക് അയക്കും. പിന്നെ നിന്റെ ചേട്ടന് വർഷത്തിൽ ഒരിക്കലേ നിന്നെ കാണാൻ പറ്റും. അത് നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, വരുമ്പോ എനിക്ക് മറക്കാതെ നേർച്ച കൊണ്ടുവരണേ. മറക്കില്ലല്ലോ അല്ലേ? വരുമ്പോ എന്റെ പഞ്ചവർണ്ണ കിളിക്ക് പഞ്ചാമൃതം കൊണ്ടുവരാവേ. ശരി ശരി. ചേട്ടാ, എന്താ മോളെ? തേനെ തേനെ, അയ്യോ എന്ത് പറ്റി? എന്റെ പൊന്നുമോൾ എന്താ ഇങ്ങനെ കിടക്കുന്ന? ചേട്ടന്റെ അടുത്ത് നിന്ന് അനുഗ്രഹമായി ചേട്ടൻ വരുന്നവരെ ഓർമ്മയ്ക്കായിട്ടെങ്കിലും ഇതിരിക്കട്ടെ. നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എന്റെ മുൻജന്മ പുണ്യം. ഐ ലവ് യു. നെറ്റിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചുണ്ടി തന്ന ആഹാരം കഴിക്കുമ്പോ അതങ്ങ് അകത്തു പോകും. നെറ്റിയിൽ തന്നാ ഞാൻ വരുന്നത് വരെ അവിടെ കാണും. ഞാൻ പുറത്തു പോയ ഉടനെ തന്നെ കഥ. ശരി ഏട്ടാ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി 28 ദിവസം, എനിക്ക് വേണ്ടി 2 ദിവസം. ഇതിലെന്ത് തെറ്റിയിരിക്കുന്നു?
വണ്ടിയുടെ മുമ്പിൽ ചാടി ചാവാൻ നോക്കിയത്? എവിടെ? ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. എവിടെ അവൻ എവിടെ പോയി? ഫോറിൻ സാധനം ഇവൻ പട്ടച്ചാരയം പോലെ അടിച്ച് കിടക്കുവാന്ന്. എഴുന്നേക്ക്, എഴുന്നേരാ, എഴുന്നേരാ. കണ്ണുറക്കാൻ പറഞ്ഞില്ലേ? സാറേ, വേദനയുണ്ടോ സാറേ? വേദനിക്കുന്നുണ്ടോന്നോ? അനാഥനായിട്ട് റോഡിൽ കിടന്നവനെ വെള്ളം തളിച്ച് എഴുന്നേപ്പിക്കാന്ന് വിചാരിച്ചപ്പോ 8 അടി നീളത്തിലുള്ള കൈവച്ചെന്നെ അടിക്കുന്നല്ലേ? ദീപിക പതുകൊണ്ട് ആവേശം കൊണ്ട് കെട്ടിപ്പിടിച്ച പോലെ എനിക്ക് തോന്നിയത്. സാറേ, ദേഷ്യപ്പെടാതെ സാർ. നിന്നെ കണ്ട ദേഷ്യമല്ലേ വരുന്ന, പേടിയാ തോന്നുന്ന. എന്നെ പുറത്തേക്ക് തെള്ളിയിട്ടിട്ട് വണ്ടി കൊണ്ട് പൊയ്ക്കളയരുത്. ഞാൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. നീ എന്താ വലിയ ബോക്സറാണ്? അല്ല സാറേ, ഫോട്ടോഗ്രാഫറാ. പേരെന്താ? അഭിഷേക്. എവിടുന്നാ വരുന്നേ? ഓക്ലൻഡ്. എങ്ങോട്ടാ പോന്നേ? സൗത്ത് ഐലൻഡ്. ആ പെണ്ണേതാ? ഏത് പെണ്ണാ സാറേ? എടാ, മുഖത്തൊക്കെ പരിക്കുണ്ട്, കൈയും കാലിയും നിന്നൊക്കെ രക്തവും കണ്ടു. പിന്നെ ഇത്ര ധൈര്യത്തോട് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് അതിനൊക്കെ കാരണം ഒരു പെണ്ണ് തന്നെ. ആരാ പെണ്ണ്? സാറിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? ജോത്സ്യം നോക്കി കണ്ടുപിടിച്ച് പറഞ്ഞതാ. അനുഭവമാടാ ഇതൊക്കെ. സാറേ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഒന്ന് ക്ഷമിക്കേ. നമുക്ക് ഫ്രണ്ട്സ് ആവാം. എന്താവാന്ന്? ഫ്രണ്ട്സ്. ഇവനെ വിശ്വസിച്ചിറങ്ങാൻ പറ്റുമോ? എന്തായാലും ഒരു റിസ്ക് എടുക്കാം. എന്തായാലും കൊള്ളാവിടെ പോയി. ഏതാടാ പോയി ആ പെണ്ണ്? പേരെന്തുവാ? ആരാ അത്? ആര്? പറ. ജൂലിയാ സാറേ. ജൂലി ഫെർണാണ്ടസ്. ഓ, ജൂലി ഫെർണാണ്ടസ്. ഹായ് മനു, സുഖമാണോ നിനക്ക്? ഹായ് എബി. ബി എന്താണ് കുറച്ച് നാളെ ഫോട്ടോഷൂട്ടുമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നടാ ഞാൻ. അതാ. നിന്റെ ഒരു ഭാഗ്യമാടാ. ഡിഫറെന്റ് ലൊക്കേഷൻസ്, വെറൈറ്റി മോഡൽസ്. എന്താ ഒരു ഭാഗ്യം ചെയ്തവനാടാ. കളിയാക്കാതെ അങ്ങനെ. അതിന് നിനക്ക് എന്തിനാണ് ഇത്ര അസൂയ? സോറി. ഹായ് there. Hello. Could you make a bouquet with lilies and roses? Of course, I make it sure. This flower and this flower. Can you arrange a bouquet please? I am sorry madam. അതെടി അതെന്തായാലും നമുക്ക് സെറ്റ് ആക്കണം. ഇവിടെ റെഡിമെയ്ഡ് ബുക്കുകൾ മാത്രമേ ഉള്ളൂ. ഓ, നിങ്ങൾ മലയാളിയാണല്ലേ? അതെ. ആ അതെ. ശരി, എന്നാ റെഡിമെയ്ഡ് തന്നെ എടുത്തോ. ഓക്കെ. ഓ, ആ ഫോട്ടോഗ്രാഫർ. ആ മിസ്റ്റർ അഭിഷേക് വളരെ നല്ല ഫോട്ടോഗ്രാഫറാണ് എന്നോട് പല പേരും പറഞ്ഞേക്കുന്നത്. ആ അതെ. ആ ഫ്ലവർ ഷോപ്പിലാണ് ഞാനിപ്പോ. എടി, ഒരു മിനിറ്റ് ഹോൾഡിൽ തന്നെ ഇരിക്കണേ. ഹൗ മച്ച്? $100. ഓക്കെ. Can you hold this? Okay. Thank you. അയ്യോ, oh my god.
സോറി, കൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഒരു ടാക്സി കോൾ ചെയ്യാൻ പറ്റുമോ? അതിലിപ്പോ എന്താ? സത്യത്തില് ഇവിടെ ടാക്സി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അശ്ശോ. നിങ്ങൾക്ക് എവിടാ പോണ്ടേ? നിങ്ങളുടെ അടുത്ത് കാറുണ്ടോ? ഉണ്ട്. ഈ ഷോപ്പിൽ ഒരു ദിവസം നിങ്ങൾ ജോലി ചെയ്യുന്നതിന് എത്ര കിട്ടും? ഒരു $250. ഞാൻ നിങ്ങൾക്ക് $500 തരാം. ഗ്യാസ് ഞാൻ തന്നെ ഫില്ല് ചെയ്തോളാം. ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടി പ്ലീസ് 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 പ്ലീസ്. Okay. താങ്ക്സ്. എടാ മനു. എന്താടാ? കാറിന്റെ താക്കോൽ എന്തിനാന്ന് പറ. ഒന്ന് പെട്ടെന്ന് ഇങ്ങ് എടുത്ത് കാടാ. ശരി, അകത്ത് കയറിപ്പോടാ. ഓ ചെറുപ്പോ. When I get selected for this photo shoot, എൻ്റെ മോഡലിംഗ് എന്ന കരിയർ വേറെ രീതിയിലേക്ക് പോകും. കുറേ ഫോട്ടോഷൂട്ട്സ്, കുറേ സമ്പാദിക്കാം. ഐ തിങ്ക് ഐ ലൈക്ക് ദിസ് ചേഞ്ച്. ഓക്കെ ബൈ. I'll call you later. Excuse me. Thank you so much for giving me this ride. നോ പ്രോബ്ലം. അതല്ല, നിങ്ങളെന്താ പണി ചെയ്യുന്നത്? ഞാനത് ഓ, പിന്നെ ആ ഫ്ലവർ ഷോപ്പിൽ വർക്ക് ചെയ്യാണല്ലേ? അതെ. അതിൽ വരുന്ന വരുമാനത്തെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? അത് Excuse me, I have a call. One second. പ്ലീസ്. ഹലോ. ഞാനൊരു ഫോട്ടോഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ ബൈ. ശരിയാ, നമ്മളെന്താ സംസാരിച്ചോണ്ട്? ജോലിയെ പറ്റി നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാനൊരു മോഡലാ. ഇവിടെ വോഗ് മാഗസിൻ ഫ്രണ്ട് കവർ പേജിന് വേണ്ടി ഫോട്ടോഷൂട്ടിന് വന്നതാ. ഫോട്ടോഗ്രാഫർ മിസ്റ്റർ അഭിഷേക്. ഓ, ഞാൻ മറന്നുപോയി. അയാളെ ഞാൻ വിളിക്കണായിരുന്നു. വൺ സെക്കൻഡ് പ്ലീസ്. He's not picking up the call. I think he's very busy. Yeah, it's here. Take left. ഓ ഇങ്ങോട്ടോ. ഓക്കെ. ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാ. കീ എന്റെ അടുത്ത് തന്നെ ഉള്ളത്. ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാം. ആയിക്കോട്ടെ. ഹായ് ജൂലി. ഞാൻ നിന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യരുതെന്ന്. എനിക്ക് നിന്നെ കാണുന്ന പോലെ ഇഷ്ടമല്ല. പ്ലീസ് ഗോ. ജൂലി വെയിറ്റ്. നീ ഞാൻ Please പറയുന്നത് go. മനസ്സിലാക്ക്. You come. ജൂലി, നിനക്ക് എന്താണ് ഇഷ്ടം? ഞാൻ നിനക്ക് ഒത്തിരി അവസരങ്ങൾ മേടിച്ചു തരാം. ജൂലി Get പ്ലീസ്. lost. ജൂലി പ്ലീസ്. ജൂലി ഒന്ന് നിക്ക്. ജൂലി പ്ലീസ് ആരായി ജൂലി. പയ്യൻ? എന്നെ ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത അവനാ. എപ്പോ നോക്കിയാലും ശല്യവാ. എന്റെ പുറകെ നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറഞ്ഞ് നടക്കുക. ഓ. എനിക്ക് ആ വക കാര്യങ്ങൾ ഒരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ എപ്പോഴും അടുത്തടുത്ത സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യു സിറ്റ് ഹിയർ. ഐ വിൽ ചേഞ്ച് ദ ഡ്രസ് ആൻഡ് കം. ഓക്കെ? Excuse me. Can you please make a coffee? Thank you. ഹലോ, ഒന്നിങ്ങോട്ട് വരാവോ? പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. എനിക്കിതൊന്ന് ഇട്ട് തരാവോ? താങ്ക് യു. കോഫി? You made it? Yeah. കോഫി നന്നായിട്ടുണ്ട്. ഞാൻ വലിയ മോഡലായ നിങ്ങളെ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് വെക്കും. I think we are late. അകത്തുണ്ടോ ഇല്ലയോന്ന് പോലും അറിഞ്ഞൂടാ.
നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ വീടിന്റെ പുറകിൽ നിന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ? ഓക്കെ. ഹായ്, ഐ എം അഭിഷേക്. എനിക്ക് തരാമെന്ന് പറഞ്ഞ $500 തരുമല്ലോ അല്ലേ? സോറി. കാവൽ നിൽക്കും ഈ ഞാൻ കണ്ണേ പെണ്ണേ എന്നിടം ഞാനോ ഇല്ല നിന്നാ പെണ്ണേ. അരികെ വരാൻ കൊതിയുണരുന്നു, കാവലായി നിന്നു എന്നുടെ ഹൃദയം. കണ്ണേ ഇനി എന്നും നിന്നെ കണ്ടതും ഫ്രീസാകും. കുനുകുനുകുന അഴിയണ മുടിയിൽ വീശി പോകും ഒരു കാറ്റായി തിങ്കൾ. കണ്ണേ ഒന്ന് തൊട്ടേ കുളിച്ചോരുന്ന കൂട്ടായി നീ. നിന്നെ കണ്ടു കണ്ട ഞൊടിയിലോ എന്റെ ഹാർട്ട് മൊത്തം മഞ്ഞക്കിളി. അത് പിടിക്കണോ പിടിക്കണോ കൊടുക്കണോ കൊടുക്കണോ അയ്യോ അറിയില്ല. പുതു 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 ജീവൻ ഉണരും സ്നേഹം നിറയെ സ്നേഹം നിറയെ. ഇനി 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 ഉണരാമൊന്നായി രാവിൽ മുഴുവൻ. കാറ്റിൻ വേഗത്തിൽ പെണ്ണേ നീയേ നീയേ എനിക്കായി ഒഴുകുകയില്ലേ നീയേ നീയേ. കടലല നുര തെളിയും മണലിൽ തേങ്ങി നിൽക്കും അയ്യൊരീരം കേട്ടേ സ്നേഹം. അത് ചൊല്ലി ഒരു ക്യാറ്റ് വാക്ക് വരുമോ നീ. പുതുനിറമുണരുന്നു കണ്ണേ തൊട്ടു നോക്കിയുടൻ വെളിച്ചം കണ്ടേ പെണ്ണേ. അതരത്തിൽ ഒരു ക്യൂട്ട് സ്മൈൽ തരുമോ നീ. കൈ വീശി മുന്നേ പോയ എന്റെ കാല് ഹച്ചുടോകായി. ഒന്ന് നോക്കടി ഒന്ന് ചേരടി, നീയില്ലെങ്കിൽ ഞാനില്ല. കഥ 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 പറയും പെണ്ണേ നിന്റെ കണ്ണും നീടെ കണ്ണും. ചിരി ചിരി ഉണരും ചൊടിയിൽ ഞാൻ നിന്നെ വിത്ത. കാവൽ നിൽക്കും ഇനി ഞാൻ കണ്ണേ പെണ്ണേ. അരികെ വരാൻ കൊതിയുണരുന്നു, കാവലായി നിന്നു എന്നുടെ ഹൃദയം. കണ്ണേ ഇനി എന്നും നിന്നെ കണ്ടതും ഫ്രീസാകും. എന്നിടം ഞാനോ ഇല്ല കണ്ണേ പെണ്ണേ. കുനുകുനുകുന അഴിയണ മുടിയിൽ വീശി പോകും ഒരു കാറ്റായി തിങ്കൾ. കണ്ണേ ഒന്ന് തൊട്ടേ കുളിച്ചോരുന്ന കൂട്ടായി നീ. ആലില പോലെ നീ പറന്നേ കണ്ണേ പെണ്ണേ. നിനക്കായി ഞാനുണ്ട് പെണ്ണേ നീ വാ പൊന്നേ. ഓക്കെ സത്യ. ഡാബി ഏ കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഫോട്ടോ എക്സിബിഷനാണ്. ആ എന്റെ ഫോട്ടോക്ക് നല്ല വാല്യൂ ഉണ്ടാ. അജൊന്ന് മനസ്സിലാക്ക്. നേരെ വൈകണ്ട, വേഗം പോര്. അപ്പൊ ശരി. ഓക്കെ ബൈ.
ഹായ്ഡാ. എന്താ ഡ്യൂഡ്, നിന്നെ കാണാൻ ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. ഒന്നുമില്ല, ജൂലിയുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞടാ. അവിടെ കുടുംബക്കാരില്ല, ഓർത്തഡോക്സാ. അതുകൊണ്ട് എന്താവുന്നൊരു പേടി. അതിന് ഇന്നവിടെ പിറന്നാളാ. ഞാനവിടെ വീട്ടിലേക്ക് പോവാ. അവിടെ കുടുംബക്കാരൊന്ന് പരിചയപ്പെടാമല്ലോ. നീ എന്തെങ്കിലും ഗുലുമാലിപ്പിച്ച് വെക്കല്ലേ? ഏയ്, പ്രേമമാടാ, മറന്നു കളയാൻ പറ്റുമോ? നേരത്തെ തന്നെ പ്ലാനൊക്കെ ചെയ്തു. എന്തെങ്കിലും പ്രശ്നമായാൽ അവളെയും കൂട്ടി ഒളിച്ചോടണം. എടാ, ഇത് എങ്ങനെയാടാ പ്രേമത്തിന്റെ കാര്യത്തിൽ മാത്രം നിന്റെ ബുദ്ധി ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആദ്യം ബൊക്കെ എടുത്തതാ. ജോലി. Who are you? ജോലി ഒന്ന് കാണണം. What do you want? ഇല്ല, എനിക്കൊന്ന് കാണണം. She's not here. അല്ല, ജോലിയുടെ പിറന്നാളാ, എനിക്കൊന്ന് കാണണം. She's not here. ഇല്ല, എനിക്ക് ജോലിയെ കണ്ടേ പറ്റൂ. പുറത്ത് പോ. ഇല്ല, എനിക്ക് ജോലിയെ കാണണം. ജോലി, Go, get out. ജോലി. പോകാൻ പറ്റില്ലേ? ജോസഫ്, ജോസഫേ, ഇവനെ പിടിച്ച് പുറത്തിറക്ക. What are you doing here? What is this? Are you an Indian? ഈ നാട് തന്നെയാണോ? അതെ സാർ. നിങ്ങളെ വീട് എവിടെ? വെസ്റ്റ് മാമ്പളം. യെസ്. What can I do for you? ഈ ഫോട്ടോ This photo was taken by one Abhishek in 1998. No. This photo was taken in 1999 in South Island. ഞങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ കളിക്കുമ്പോൾ ഞങ്ങൾ പോലും അറിയാതെ അഭിയായി ഫോട്ടോ എടുത്തത്. അപ്പം മുതല് അവന് ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര പാഷനായിരുന്നു. എപ്പോഴും ക്യാമറയും പിടിച്ച് ചുറ്റി നടക്കും. Finally he became a good photographer. This photo is really good, isn't it? Yeah. This is Tony, this is Christina, this is my brother Thomas. ഈ പെൺകുട്ടി ആരാണെന്ന് അറിയോ? It's me. You Sherry? Yeah. ഇപ്പോ അബി എവിടെയുള്ളത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കെല്ലാം എൻ്റെ ജോലി മാത്രമാ. ജോലി എന്നെ മാത്രമാണെന്ന്. അവളില്ലെങ്കിലുണ്ടല്ലോ ഞാനും ഇല്ല. എൻ്റെ നാട്ടിലുണ്ടല്ലോ പെണ്ണിനെ നോക്കിയാ തെറ്റാ, പ്രേമിച്ചാ തെറ്റാ, കള്ളു കുടിച്ചാലും തെറ്റാ, നാട് ചുറ്റിയാലും തെറ്റാ. ഇവിടെ അങ്ങനെയാണോടാ? എനിക്ക് എൻ്റെ ജോലിയെ വേണം, എനിക്ക് ജോലിയെ വേണമെന്ന്. എടാ, സത്യമായ സ്നേഹം ഇന്ത്യ മാത്രം ഉള്ളടാ. എത്ര പേര് പ്രേമിക്കാൻ ജീവിതം കളഞ്ഞെന്ന് നിനക്കറിയാവോ? അതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലാവും? മൂട്ടനാടിന്റെ തലയുള്ളവന്. അവളെ ഞാനൊന്ന് വീട്ടിൽ പോയി കണ്ടത് തെറ്റാണോടാ? ഇത് ന്യായമാണോടാ? പറയടാ, ഒന്ന് പറയടാ. No, I don't understand. എടാ, നിനക്ക് മനസ്സിലായ നീ ഞങ്ങളെ കെട്ടിച്ചു തരുവാടാ. ഞാനും ജൂലിയെ മറക്കത്തില്ലടാ. തീർന്നു പോയോ? എടാ, എനിക്കൊരു ബീറും കൂടെ എടുത്ത് താടാ. ഞാൻ പറയുന്നതൊക്കെ നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ഓക്കെ അല്ലേ? നീ നിന്റെ ഗസ്റ്റാ. ഞാൻ വരുന്നതിന് വരെ ഇതൊക്കെ സൂക്ഷിച്ച് നോക്കിക്കോണം കേട്ടോ. ഓക്കെ ഓക്കെ, പോരാ. വൺ മോർ ബിയർ പ്ലീസ്. ഒരു ബിയറും കൂടെ.
It's 8:53. Hey, Abhi! 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 ഷെറിൻ ഹായ് ബ്രോ. ഹായ്. Abhi! Room ഏതാ? ആ റൂം. That testing thing down there. Come on, let's do it. Isn't it gorgeous? We have Let's such go a right lovely now. time. Hey, steady you are. I'm sorry. I'm sorry. It's okay. കണ്ടോടി, എത്ര പ്രായം ചെന്നാലും പ്രേമത്തിന് വയസ്സാത്തില്ലെന്ന് തെളിയിക്കുന്ന കണ്ടോടി നീ. Shit, man. ഹായ് ജൂലി. Are you okay? Do you want some help? No, thank you so much. We're really sorry. Okay, it's okay. That's not your mistake. ബൈ. പ്രേമിക്ക് എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. Shut up! ജൂലി. Shut up! അതൊക്കെ ഇരിക്ക്. ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. നീ എങ്ങനെയാടാ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കള്ള് കുടിച്ച് വട്ടായിട്ട്? This I never expected from you. Do you love Julie so much? അതെ. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? I'm a fashion designer. ആ, അതുകൊണ്ടാ ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിംഗ് സെൻസ് എല്ലാം നല്ല മാറ്റമുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. ഒന്നൊഴിച്ചാല് എന്താ? നിന്റെ കയ്യിലുള്ള ബാഗ് തന്നെ. ചെറുപ്പത്തിൽ മുതൽ ഈ ബാഗ് നീ കളഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, ഇപ്പോഴും കളർ പെൻസിലും ചോക്ലേറ്റ് ഒക്കെ ഉള്ളോ? വേറൊന്നും. ഈ കളിയാക്കുന്ന മാത്രം വീട്ടിലല്ലേ നീ? എനിവേ, ഐ എം വെരി ഹാപ്പി ടു സീ യു ഡാ. താങ്ക് യു ഡി. അല്ല, നമ്മളിപ്പോ കണ്ടിട്ട് തന്നെ ഒരു 4-5 വർഷമായി കാണും അല്ലേ? 5 years ആയി കാണും. അവസാനമായിട്ട് എൻ്റെ അനിയൻ തോമസിനെ കാണാതായ ദിവസം നീ എൻ്റെ വീട്ടിൽ വന്നു. 2 മാസം മുന്നേ തോമസിന്റെ ബോഡി കിട്ടിയപ്പോ നീ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ നീ വന്നില്ല. ഞാനും ന്യൂസിൽ കണ്ടായിരുന്നു. വരണമെന്നാ ഓർത്തെ, പക്ഷെ വരാൻ പറ്റിയില്ല. ഏയ്, എവിടെയാ നമ്മൾ പോകുന്നേ? ഒന്ന് അടങ്ങിയിരിക്കടി, പറയാം. എവിടെയാ വന്നിരിക്കുന്നത്? ഇതാണ് ജോലിയുടെ വീട്. നീ ആ അടിയുണ്ടാക്കിയിരിക്കുന്നു. വീണ്ടും ഇവിടെ തന്നെ വരികയാണോ? എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? ജോലിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അകത്ത് പോയി ഞാൻ വെളിയിലുണ്ടെന്ന് പറഞ്ഞ് നിനക്കൊന്ന് കൂട്ടിക്കൊണ്ട് വരാൻ കഴിയുമോ പ്ലീസ്? ഏയ്, എന്താടാ എന്നെ പ്രോബ്ലത്തിലാക്കാൻ നോക്കുവാണോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഷെറിൻ പ്ലീസ് ഷെറിൻ, നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. പ്ലീസ് പ്ലീസ് ഒന്ന് പോയിട്ട് വാ. ഓക്കെ, നിനക്ക് വേണ്ടി മാത്രം. അവള് വരുവാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ, നീ പോയിട്ട് വാ. ഹായ് ആൻറ്റി. ഹായ്. ജൂലിയെ കാണണമായിരുന്നു. കം, പ്ലീസ് കം. താങ്ക് യു. എന്തായി? കണ്ടോടി? സംസാരിച്ചോ? എന്താടി അവള് പറഞ്ഞത്? അവള് വരുവോന്ന്? ഷെറിൻ ഒന്ന് പറ. അബി, you better forget Julie. എന്താ? ഞാൻ പറഞ്ഞിട്ടാ വന്നെന്ന് നീ പറഞ്ഞോ?
ഇനി 5 ദിവസത്തിനുള്ളിൽ അവളുടെ കല്യാണമാണ്. എന്താ ഷെറിനെ? ജോലി ഇവിടെ ഇല്ല. സൗത്ത് ഐലൻഡിലെ ഫാമിലി ഹോമിലാണ് ഉള്ളത്. അവിടെ അവളുടെ മാരേജ്. ഓ എന്റെ ദൈവമേ, എങ്ങനെ എന്നെ വിട്ട് അവൾക്ക് പിരിയാൻ തോന്നി? അതും വേറൊരുത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി. മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ജീവിതമേ അവളാന്നാ വിചാരിച്ചേ. എന്നാ ഇപ്പോ ഇന്നൊരു തവണ മാത്രം അവളെ നേരിൽ കണ്ടാൽ എനിക്ക് കഴിയില്ല. ജൂലിയെ കൺവിൻസ് ചെയ്ത് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് പോകാനുള്ളത് സൗത്ത് ഐലൻഡിലേക്കാ. നിനക്ക് ജൂലിയെ കാണാൻ പോകേണ്ടതും സൗത്ത് ഐലൻഡിലേക്ക്. നീ ജൂലിയെ മീറ്റ് ചെയ്യാൻ ഞാനൊരു നിമിത്തം. പോകാമോ? ഒരുമിച്ച് പോകാമോ? ഇതുവരെ നാം കാറ്റിൽ പറക്കുമോ, കരിമുകിലോ അതാ ഹേ അകലെ മാഞ്ഞുവോ, ഏവാനിൽ പോകും മേഘദൂതുമായി ഉയരെ കാലം ദൂരെ ശലഭമായിതാ ചേർന്ന് പോകാൻ വാ ഒന്നായി 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 പോകാൻ വാ ഒന്നായി ഒന്നായി. ഇതുവരെ ഇതാ നാം കാറ്റിൽ പറക്കുമോ, ഇതുവരെ ഇതാ ഹേ അകലെ മാഞ്ഞുവോ. നീയുമല്ല ഞാനുമല്ല ഇന്നു മുതൽ നമ്മൾ, നീയും മുന്നിൽ ഞാനും മുന്നിൽ ചേർന്ന് ഓടാം ഒന്നായി. പ്രണയമിഴിയിൽ കണ്ടിതാ കന്മദപ്പൂ കണ്ടു ഞാൻ, കണ്ണിൽ ഞാനും കണ്ടതും എന്നിൽ വന്ന് ചേരുമോ, ചേർന്ന് പോകാൻ വാ അഴകേ അഴകേ അഴകേ, പോകാൻ വാ അഴകേ അഴകേ. ഹായ്. ഹലോ. Hey, how are you doing? I'm good. Oh, great. ഇവന്മാർക്കൊക്കെ എന്തിനാ മറുപടി നൽകുന്നത്? അവര് വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യണം. അവരൊക്കെ നല്ല ആൾക്കാരെ പോലല്ലേ തോന്നുന്നു. വെയിറ്റർ. Yeah, in order, please. Yeah. 1 black coffee with extra sugar. Yes. And 1 chicken sandwich. Yeah, sure. 1 iced tea with lemon. Sir. Yeah. ബ്ലാക്ക് കോഫി വിത്ത് എക്സ്ട്രാ ഷുഗർ അല്ലേ? ടോണിയുടെ മുത്തച്ഛൻ്റെ അല്ലേ? യാ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ, നമ്മുടെ ടോണിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവന്റെ മുത്തച്ഛൻ തന്നിട്ടുണ്ട്. നിനക്ക് മാത്രം സ്പെഷ്യലായത്. ദിസ് ഈസ് ഫോർ യു മാഡം. കോഫി വിത്ത് എക്സ്ട്രാ ഷുഗർ. ടോണിക്ക് സുഖമാണോ? ഹിസ് ഫൈൻ. സ്വന്തമായിട്ടൊരു മാർജിൻ ഫ്രീ ഷോപ്പ്. താങ്ക്സ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവന്റെ ഗ്രാൻഡ് പേ ആണ്. ഞാൻ ഫ്രീ ആയിട്ടുള്ളപ്പോഴൊക്കെ ഗ്രാൻഡ് പേ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. നീ ഇപ്പോഴും ആർക്കും പിടികൊടുക്കാതെ ഫ്രീ ആയിട്ടുണ്ടല്ലേ? അല്ല, നിനക്ക് സത്യത്തിൽ ബോയ് ഫ്രണ്ട് ഇല്ലാത്തതാണോ അതോ പേടിച്ചോടിയതാണോ? നിന്നെ പോലൊരു ബോയ് ഫ്രണ്ട് ഉള്ളതിനേക്കാളും കന്യാസ്ത്രീ ആയിട്ടിരിക്കുന്നത് നല്ലത്. അത് കൊള്ളാം. നീ അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആ മടം വരെ പൂട്ടും. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അതൊക്കെ ശരി. നിന്റെ മനസ്സിലുള്ള ആളുടെ രൂപം എന്താന്ന് നീ തന്നെ പറ. എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് കിട്ടാത്ത ആ സ്നേഹം കിട്ടണം. ഇനി അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് ക്ഷമിച്ച്
അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്ഷമ വേണം. പിന്നെ വെള്ളം അടിക്കാൻ പാടില്ല. ഇനി അടിച്ചാലും നിന്നെ പോലെ ഫ്ലാറ്റ് ആവാൻ പാടില്ല. എടീ അത് വേണ്ട കേട്ടോ. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ എന്നെ മനസ്സിലാക്കുന്നവനായിരിക്കണം. He should be my best friend. That's all. Hey, is that your car? അത് നമ്മുടെ കാർ. Come, let's move. Let's go. Hey. Stop! Shit, man. സാറേ ഒന്ന് നിർത്ത് സാറേ. കാറ് കാണാതെ പോയതിനേക്കാൾ നിങ്ങളുടെ ചിരിയാ എനിക്ക് സഹിക്കാൻ മേലാത്ത. ഇത് ചിരിക്കാൻ മാത്രം എന്താ ഉള്ളത്? എന്തുകൊണ്ട് ചിരിച്ചൂടാ? എടാ കൊച്ചനെ, ഇപ്പൊ പെണ്ണും ഇല്ലാതായി കാറും ഇല്ലാതായി. ഞാൻ ഇപ്പൊ നിന്റെ കൂടെ ഇനി എന്നെ ഇല്ലാതാക്കി കളയല്ലേ. ഇങ്ങനെ ദേഷ്യപ്പെടാതെ. പിന്നെ ദേഷ്യപ്പെടാതെ കെട്ടിപ്പിടിച്ച് എനിക്ക് നിനക്ക് ഉമ്മ തരാൻ പറ്റുമോ? ഞാൻ അതിന് തന്നില്ലല്ലോ. വണ്ടി എടുത്ത് ലെഫ്റ്റ്. സാർ എന്തിനാ അടുത്തോട്ട് പോകുന്നത്? ലെഫ്റ്റിലോട്ട് വിട്. ലെഫ്റ്റ് ഓടി. വണ്ടി നിർത്ത്. ഒന്ന് നിർത്ത്. നീ ഇവിടെ തന്നെ ഇരുന്നോണേ, ഞാൻ ഇപ്പൊ വരാം. സാർ നിങ്ങൾ പോലീസാണോ? മേ ബി. ഞാൻ അർജന്റായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. നീ വിഷമിക്കണ്ട. കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാർ എപ്പോഴാ തിരിച്ചു വരുന്നേ? 10 മിനിറ്റ്? നോ. 20 മിനിറ്റ്? നോ. അരമണിക്കൂർ? എങ്ങനെ കണ്ടുപിടിച്ചതാ ഞാൻ വരാൻ അരമണിക്കൂറാകുമെന്ന്? അല്ല, എന്റെ ഡെയ്സി മോളോ? ഞാനൊരു കാര്യം പറയട്ടെ. നീ സുന്ദരിയാ. നീ മാത്രമാ സുന്ദരി. ഈ ലോകത്ത് നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒട്ട് കാണത്തുമില്ല. ഐ ആം ലക്കി. ഡെയ്സി. ഓ, ഇതിനായിരുന്നു അരമണിക്കൂർ. ഡെയ്സി മോളെ, നിക്ക്. എടി പൊന്നെ, ഒന്ന് നിക്കടി. ഡെയ്സി നില്ല്. ഡെയ്സി മോളെ. Hey, Daisy. Daisy. Hey, Daisy. Get your ass down here. Hey. Get the fucking out. I'm gonna kill you. Stop that. I said stop that. I'm gonna shoot. എന്താ സാറേ, മീറ്റിംഗ് വലിയ ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞ കൃത്യസമയത്ത് തന്നെ പോയി. അവന്റെ ഭാര്യയൊന്നും സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ കരുതിയപ്പോ അവളെ ഭർത്താവ് പെട്ടെന്ന് റീഡിന് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? സെറ്റപ്പ് കേസാ. ഞാൻ തന്നെ പറഞ്ഞില്ലേ, പിന്നെന്താ ഒരു കളിയാക്ക്? നിന്റെ കാര്യം പറ. ചേർന്നു പോകാൻ വാ അഴകേ 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 പോകാൻ വാ അഴകേ.
ചൊല്ലും ഇന്നു മുതൽ എരിവെയിലിൽ പകൽ പോവുക നാം ഈ വഴിയെ കൈകൾ കോർത്ത് എന്നും രാവുതോറും നോക്കി ഞാൻ നിലവ് വാനിൽ ഇല്ലയോ വാനും നിലവും ചേർന്നിതാ ഇതുവരെ നീ ഇല്ലയോ ചേർന്നു പോകാൻ വാ അഴകേ പോകാൻ വാ അഴകേ അഴകേ. Come inside. Oh, my boyfriend's calling. Yes, you can come today. Oh, my boyfriend's coming today. Okay. Oh my God, my boyfriend. Met her in my dreams, she was my queen. A castle in the mountaintops, rivers and streams. Plucking sunlight from the sky in my pocket. Give it to you later on in the form of a locket. Hey, Gloria. Freddie. How have you been? I've missed you. It's been So a long good time, to baby. see you. It's good to see you too. Oh, Freddie, these are Abby and Sherry. Hello. Hi. 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 Nice to meet you. Nice to meet you too. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. എന്താ പ്രേമെന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? എത്ര സമാധാനത്തോടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് നോക്ക്. ഞാനും ജോലി ഇങ്ങനെ തന്നെ ആയിരുന്നു. അതനുഭവിച്ചാലേ അറിയൂ. Take care, baby. You too, baby. I hope I'll see you soon. I'll come back. I promise. Bye-bye. Bye. ഇതുവരെ ഇതാ നാം കാറ്റിൽ പറക്കുമോ കരിമുകിലോ അതാ അകലെ മാറ്റുമോ പോകും മേഘദൂതുമാ ഉയരെ കാലം ദൂരെ ശലഭമായിരാ ചേർന്നു പോകാൻ വാ അഴകേ 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 പോകാൻ വാ അഴകേ അഴകേ. ഏയ് ഫ്രെഡി, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. What? Where? Oh, shit! Abhi, drive fast! Drive fast! Why? എന്ത് പറ്റി? It could be the police. One of the gang. പോലീസും ഗ്യാങ്സും എന്താ ഇവന് ഈ പറഞ്ഞു വരുന്നത്? Go faster, Abhi! Now! Go quicker! Oh, God! നമ്മളെന്തിനാ ഇത്ര വേഗത്തിൽ പോകുന്നത്? എന്തിനാ ഇത്ര വേഗത്തിൽ പോകുന്നേ? ഹേയ്, ബൈ ഫാസ്റ്റർ. Look, man. Abhi, the van is full of marijuana. എന്താ? ട്രക്കിനുള്ളിൽ കഞ്ചാവാണെന്നോ? Come on, let's drive quicker. Shit! വലിയ പ്രശ്നത്തിലേക്ക് ചാടിക്കുവാണല്ലോ ഇവൻ. Shit! Shit! Hey, get down! Faster, faster, faster! Hey, the main road is down there. What the hell, man? എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ ആ ഗ്ലോറിയുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ കൂട്ടത്തിൽ പോകരുതെന്ന്. എന്നാ നീ അത് കേട്ടോടി.
എല്ലാ കള്ളന്മാർക്കും കൈയും കൊടുത്ത് കൂടത്തിൽ കളിച്ച് അടിയും ഉണ്ടാക്കി, എന്നിട്ട് നല്ലവന്മാരാന്നുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. അവസാനം എന്തായി? കാർ വരെ അവന്മാർ അടിച്ചോണ്ട് പോയില്ലേ? എന്നിട്ട് പോകാൻ പോലും വഴി അറിയാതെ കൊടും കാട്ടി പെട്ട് കിടക്കുക. എടീ, എന്താണ് നീ വിശ്രമിക്ക് വേണോ? ഒരുപാട് ദൂരം പോകാനുള്ളതാ. നീ ബണ്ണും കയറ്റിക്കൊണ്ട് ഇവിടെ നിന്നോ, ഞാൻ എന്റെ വഴിക്ക് പോവാ. എടാ എടാ, ആളിനെ കണ്ട അജാനഭാഗവും 6 അടി പൊക്കവും അമിതാഭ് ബച്ചന്റെ മാതിരി ഉണ്ടല്ലോടാ. കാട്ടിലൊരു മുയൽക്കുട്ടിയെ കണ്ട് പേടിച്ചു വന്നേക്കുന്നവൻ. അതൊക്കെ വിട്ടുകള സാറേ, എല്ലാവർക്കും കുറവുകളൊക്കെ ഇല്ലേ? എനിക്കും മൃഗങ്ങളെ കണ്ടാ പേടിയാ. നിങ്ങൾ പെണ്ണുങ്ങളെ കണ്ടാ പറക്കത്തില്ലേ? എടാ, പേടി എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്, ഓടുമെന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റാ. ഹാബിറ്റിനും വീക്ക്നെസ്സും ഉള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കും. സാർ, വെറുതെ ഉപദേശിക്കാതെ. ബോറടിക്കും. ബോറടിക്കുന്ന എനിക്കും ബോറടിക്കും. ലെഫ്റ്റോടി, ലെഫ്റ്റോട്ടോടി, ലെഫ്റ്റോടി. പറഞ്ഞാൽ കേൾക്കണം. അവിടെ 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 ചവിട്ട്, അവിടെ നിർത്ത്. എടാ, ഭാര്യയ്ക്ക് വേണ്ടി 28 ദിവസം, ദൈവത്തിന് 2 ദിവസം. ഇത് അമ്പലമാണോ? ദൈവവും പ്രേമവും ഒക്കെ ഒന്നട, അറിയത്തില്ലേ നിനക്ക്? എങ്ങനെയുണ്ട്? എന്താ ഇവിടെ ഡോക്ടറാ? എങ്ങനാ ഒരാൾ തന്നെ പോലീസും ഡോക്ടറും ആവുന്നേ? മനസ്സിന്റെ പോക്ക് പോകുന്നത് പോലെയാണ് മനുഷ്യനും, ഇല്ലെങ്കിൽ അത് വേസ്റ്റാടാ. സൂക്ഷിച്ചു വെക്കോ, ഇവിടെ ബോയ് ഫ്രണ്ടിന്റെ കയ്യിലും തോക്ക് കാണാൻ സാധ്യതയുണ്ട്. ഞാൻ അന്വേഷിച്ചടാ, അവന്റെ തോക്കൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവനും വെടിവെക്കാനോ എന്ന് പറഞ്ഞിട്ടാ. ബൈ. ഹായ്. മാർട്ടിന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ സുന്ദരിയാ, നീ മാത്രമാ സുന്ദരി. ലോകത്തിൽ നിന്നെ പോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണത്തുമില്ല. ഐ ആം ലക്കി. ഡ്രിങ്കോ, മോർണിംഗ് ബ്ലാക്ക് ടീ, ഈവനിംഗ് ബ്രാൻഡി, നൈറ്റ് വോഡ്ക. Baby, take off your shirt. നാപ്പത്തഞ്ച് മിനിറ്റായി, ആളെ കാണുന്നില്ലല്ലോ. സൂപ്പർ പെർഫോമൻസ്, സൂപ്പർ പെർഫോമൻസ്. നിങ്ങളെയൊക്കെ കണ്ട ഡീസന്റ് ആയിട്ട് തോന്നുന്നോടാ. ഇങ്ങനെ കാണാടാ പെരുമാറുന്നത്. ക്യാമറ വിട്ടേ. ഉള്ളു പുറത്ത് കാണിക്കത്തില്ലേ? ഞാനത് സാർ, നിങ്ങൾ കേരളത്തിലൊന്ന് കറങ്ങി കേട്ടാ. AR റഹ്മാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഓസ്കാർ. എനിക്കെന്തിനാ ഓസ്കാർ അവാർഡ്? നിങ്ങളുടെ പെർഫോമൻസിന്. ഈ കളിയാക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ക്യാമറ ഇങ്ങ് അടിച്ചോണ്ട് വന്നില്ലേ. ഇനിയപ്പോ അവരെന്ത് ചെയ്യും? സാർ, നിങ്ങൾ മുമ്പിലുണ്ടായിരുന്ന ക്യാമറ അല്ലേ എടുത്തോണ്ട് വന്നത്? എന്നാ മേളിലുണ്ടായിരുന്നതോ പുറകിലുണ്ടായിരുന്നതോ സൈഡിൽ വെച്ചത്? അപ്പൊ ഇത്രയും ക്യാമറയൊക്കെ വെച്ചാണോ ഷൂട്ട് ചെയ്തത്? നീ എക്സ്പീരിയൻസ് ഉള്ള പോലാണല്ലോ പറയുന്നത്. രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്. അതെങ്ങനെ? എടാ, മുന്നിലുള്ള ക്യാമറയിലെ മുഖം അറിയൂ, അത് ഞാനിഞ്ഞ് എടുത്തോണ്ട് വന്നു. പിന്നിലുള്ള ക്യാമറ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗോഡ് ഈസ് ഗ്രേറ്റ്. അതെ, നിന്റെ പെർഫോമൻസിനെ പറ്റി പറ.
ബോസ് ആർ യു ഇന്ത്യൻ? ഇംഗ്ലീഷ്, മലയാളം ഓർ ഹിന്ദി? എന്താ സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. അറിയില്ലല്ലോ. ബോസ്, വേർ ആർ യു ഗോയിങ്? ബോസ്, സ്റ്റോപ്പ് ദ കാർ. ബോസ്, സ്റ്റോപ്പ് ദ കാർ. Can you please stop the car? ബോസ്, സ്റ്റോപ്പ് ദ കാർ. Are you listening? സ്റ്റോപ്പ് ദ കാർ. Please. നിർത്താനാ പറഞ്ഞത്, പ്ലീസ്. ബോസ്, സ്റ്റോപ്പ് ദ കാർ. Excuse me. Yeah. Hi, Sharon. I'm Dr. Aricano. How are Hello. you? അതെ. Unfortunately, your friend Abby has blood ruin. So I want to take him to the theater. Okay. At the moment, we are not sure he's serious or not. I'm keeping our fingers crossed. ഹലോ, എന്താ പ്രശ്നം എന്നറിയില്ല. ആരോ അബി അറ്റാക്ക് ചെയ്തു. അവനൊന്നും പറ്റില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വേറെ ആർക്കും അവനെ കൊല്ലാൻ പറ്റില്ല. ഞാൻ അവനെ തീർച്ചയായിട്ടും സൗത്ത് ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എൻ്റെ അനിയൻ തോമസ് ഇനി എത്ര വലിയ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അവനെ അബി കൊല്ലാൻ പാടില്ലായിരുന്നു. എൻ്റെ അനിയനെ കൊന്ന അതേ സ്ഥലത്ത് വെച്ച് ഞാൻ അവനെയും കൊല്ലും. Your friend is extremely lucky. The bullet wound is not that deep. Okay. But there still is chance of infection. Oh. In fact, the rest of body is still injury. So he needs to minimum 2 weeks rest. Okay. I've been informed the police. They will come in and ask you the details sometime today. Okay, thank you. ഷെറിൻ, എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്? പിന്നെ എങ്ങനെ ഇരിക്കേണ്ടത്? അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട് ഒരുപാട് നാളായി. അമ്മയ്ക്കും പുതിയൊരാളെ കിട്ടിയപ്പോൾ പിന്നെ നമ്മളെപ്പറ്റി ആലോചിക്കുന്നതേ ഇല്ല. നീയും ആ ആന്റണിയുടെ കൂടെ കൂടി തെറ്റായ വഴിയില്ല പോകുന്നത്. നീയും എന്നെ വിട്ട് പോവോന്ന് ഭയമുണ്ട് എനിക്ക്. ഷെറിൻ,
എൻ്റെ ജീവിതത്തിൽ ആര് വന്നാലും അത് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവസാനം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. നീ ഒന്നും പേടിക്കണ്ട. ഹായ് ടോണി. ഷെറിൻ, തോമസ്. തോമസ് എന്തു പറ്റി? തോമസ് 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 വന്നോ? പറയ ടോണി. തോമസിന്റെ ബോഡി നമ്മുടെ സീക്രട്ട് പ്ലേസിൽ കിടക്കുക. തോമസിന്റെ ബോഡി ഷെറിൻ മോളെ, സമാധാനിക്കുക, പറയുന്നത് പ്ലീസ് കം. സമാധാനിക്കുക, പ്ലീസ്. പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേക്ക് മോളെ. പ്ലീസ് ഷെറിൻ, പ്ലീസ് കൺട്രോൾ യുവർസെൽഫ്, പ്ലീസ് മോളെ. പറയുന്ന കേക്ക്. നോ കൺട്രോൾ ഷെറിൻ മോളെ, പ്ലീസ് മോളെ, പ്ലീസ് ഷെറിൻ, പ്ലീസ്. തോമസ് 5 വർഷമായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ വരുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. Excuse me. മോളെ, പോലീസ് തോമസിന്റെ വാച്ചും റിങ്ങും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ്റേതാണോ എന്ന് കൺഫേം ചെയ്യേണ്ടത് നീയാണ്. പ്ലീസ്. തോമസിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് എനിക്കറിയാം. തോമസിന്റെ ബോഡി നമ്മുടെ സീക്രട്ട് പ്ലേസിൽ കിട്ടിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തോമസിനും അബിക്കും ഇടയിൽ നടന്ന വഴക്ക് മറന്നിട്ട് ഞാൻ അബിയോട് തോമസിനെ അന്വേഷിക്കാൻ പറഞ്ഞു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സീക്രട്ട് പ്ലേസിൽ പോയി നോക്കാന്ന് പറഞ്ഞ് അബി ഓടി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നെറ്റിയിലെ മുറിവോടെ നടക്കാൻ പോലും പറ്റാതെ അവൻ തിരിച്ചു വന്നു. അങ്കിൾ ഓസ്ട്രേലിയക്ക് ഷിഫ്റ്റ് ആവുന്നു, ഞാനും പോവാണെന്ന് പറയാനാ വന്നത്. തോമസിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം? അബി തന്നെയാ കൊലപ്പെടുത്തിയത്. ഷെറിൻ, സീക്രട്ട് പ്ലേസിൽ അബിയും തോമസും അന്ന് അടി കൂടിയ ഞാൻ നേരിട്ട് കണ്ടതാ. എന്താ ഇപ്പോഴാണ് ഇത് പറയുന്നത്? അബിയെ കൊല്ലുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല കേട്ടോ. അവനെ ഞാൻ വെറുതെ വിടില്ല. അബി എഴുന്നേക്ക്. അബി ഗെറ്റ് അപ്പ്. അബി എഴുന്നേക്കാണ്. ജൂലിയെ കാണാൻ പോണ്ടേ? എഴുന്നേക്ക്. We have only 2 days. Come on. ഡോക്ടറോട് പറഞ്ഞോ? ഡോക്ടറോടെല്ലാം പറഞ്ഞു. നീ വേഗം വാ. ഡോക്ടർ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും കേസ് ഫയൽ ചെയ്യും. എൻക്വയറി കഴിയാൻ തന്നെ 2-3 ഡേയ്സ് എടുക്കും. അതിനു മുമ്പ് നമ്മൾ ജോലിയെ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെട്ടേ പറ്റൂ. ജോലിയെ കാണാൻ പോണോ അതോ പോലീസ് സ്റ്റേഷനിൽ പോണോ? നീ തന്നെ ഡിസൈഡ് ചെയ്യും. പോലീസ് വരുന്നു.
ഷെറിൻ, ഞാൻ ഇതുവരെ നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല. നിനക്കെന്താ ഇത്ര ദേഷ്യം? ദേഷ്യോ? അങ്ങനെയൊന്നുമില്ല. നിന്നെ സൗത്ത് ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ട് പോണ്ടേ? മനസ്സിലായില്ല. നിനക്ക് ജൂലിയെ കാണണം, കൺവിൻസ് ചെയ്യിക്കണം. ബട്ട് നീ ഇൻജോർഡ് ആയിട്ടാ ഉള്ളത്. പോലീസിന്റെ അടുത്തുനിന്ന് വരെ എസ്കേപ്പ് ആയതാ. നിന്നെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഒരേ ടെൻഷനാ. അതാ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഓൾട്ടർനേറ്റീവ് വേ ഉണ്ടാവുമല്ലോ. പക്ഷെ കല്യാണവും മരണവും നടക്കുകയാണെങ്കിൽ നോ ചാൻസ്. Thank you. Okay, no How problem. do we get to motorway? Oh, go straight 4 kilometer. Okay. Stop the car! അബി, തോമസിനെ കാണാതായ അന്ന് നീ നിന്റെ അങ്കിളുമായിട്ട് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുൻപ് എന്നെ വന്ന് കണ്ടത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. അന്നും ഇതേപോലെ നെറ്റിയിലൊരു മുറിവുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാ നടന്നത്. അന്ന് എന്താ സംഭവിച്ചേ? ഏയ്, 4-5 വർഷം മുമ്പുള്ള കാര്യം എന്താ ഇപ്പൊ ചോദിക്കുന്നേ? ഇപ്പോഴത്തെ നിന്റെ കണ്ടീഷൻ കണ്ടപ്പോ അതെനിക്ക് ഓർമ്മ വന്നു. ഷെറിൻ, തോമസിനെ കാണാതെ പോയിട്ട് അന്ന് രാവിലെ തന്നെ ആന്റണി, നീ എന്ത് വേണമെങ്കിലും ചെയ്തു, അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കില്ല. തോമസിനെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. എങ്കിൽ നീ കേട്ടില്ല. ഞാനാണോ വിളിക്കുന്നത്? അവനായിട്ട് ഇങ്ങോട്ട് വരുന്നല്ലേ? അവനെ നീ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വരുന്നത്. എന്താണ് നിങ്ങളുടെയൊക്കെ വിഷയം? നമ്മുടെ കാരണന്മാർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അഗതികളെ പോലെ, അതുപോലെ തന്നെ അടിമകളെ പോലെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ നല്ല ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ പോരാടുക തന്നെ വേണം. എടാ, പോരാട്ടത്തിന്റെ പേരും പറഞ്ഞ് എന്തോ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ തെറ്റുകളുടെ കൂടെ നിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവില്ല. ഇനി നീ തോമസിനെ വിളിക്കാൻ പാടില്ല, മനസ്സിലായോ? അവിടെയുണ്ട്. എടാ അബി, നീ എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത്? തോമസ്, ആന്റണിയുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ വേണ്ടി നീ എന്തൊക്കെയാ അവനോട് പറഞ്ഞേ? അത് പിന്നെ ഷെറിന് എന്നെ പറ്റി വല്ലതും പറഞ്ഞെന്നോർത്ത് നിനക്കത് കേട്ടിട്ട് നിന്റെ പണിയും നോക്കി പോയാ പോലെ. തോമസ്,
വിടാ, അവൻ നമ്മുടെ നീ ഫ്രണ്ട് അല്ലേ? ഇതിനകത്ത് ഇടപെടണ്ട. നീ പോയി നിന്റെ പണി നോക്ക്. നീ എന്റെ സുഹൃത്താ, അത്രമാത്രം. ചുമ്മാ ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും കയറി നീ തലയിടരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ പണി നോക്ക്. അതല്ലാതെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ആവശ്യമില്ല നീ ഇടപെടരുത്. ഇതാണ് നിനക്കുള്ള അവസാന വാണിംഗ്. അന്ന് ഉച്ച കഴിഞ്ഞ് നീ വീട്ടിൽ വന്ന് ഗ്യാങ് വാർ നടക്കുന്നുണ്ട്, തോമസിനെ കാണുന്നില്ല, എന്നോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അബി, തോമസിന് I don't know what to do. 2 ദിവസം മുമ്പ് തോമസ് ഒരു തോക്ക് നമ്മുടെ സീക്രട്ട് പ്ലേസിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ആദ്യം സീക്രട്ട് പ്ലേസിൽ പോയി നോക്കി. തോമസ്, നീ എങ്ങോട്ടാടാ പോന്നേ? പറയടാ. വഴി മാറാ. ഡാ നിക്കടാ അവിടെ. ഡാ നിക്കാൻ. ഡാ അബി, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടോണ്ടിരിക്കുക, മനസ്സിലായോ? നിന്നെ ഞങ്ങൾക്ക് വേണോടാ. നിനക്ക് എന്താടാ ഇതുവരെ മനസ്സിലാവാത്ത? ഡാ നിക്കടാ അവിടെ. എടാ നിക്കാൻ. തോമസ് എങ്ങോട്ടാ പോന്നേ? അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എടാ നിക്കടാ, നിക്കാനാ പറഞ്ഞത്. എടാ തോമസേ നിക്കാനോടെ. തോമസ് നീ പറഞ്ഞ തെറ്റായ വഴി കൂടെ നോക്കി പോ. പോടാ. ഡാ അവന്മാരെ വിശ്വസിക്കരുത്, അവന്മാർ നിന്നെ ഉപയോഗിക്കുക. Leave me alone. എടാ പോടാ പൊക്കോ. ഇന്നലെ 2 പേര് മരിച്ചു പോയിട്ടുണ്ട്. നീയും പോയി 2 പേരെ വെടിവെച്ച് കൊല്ലടാ. പോടാ. ആരടാ ഷൂട്ട് ചെയ്യാൻ പോകുന്നേ? ആര് ഷൂട്ട് ചെയ്യാൻ പോകുന്നെന്ന്? ഇത് എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമുള്ളതാ. ഇത് എന്റെ കയ്യിലുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് പേടി വരുള്ളൂ. പേടി വരണം. എടാ എടുക്കരുത്. ഡാ 1 മിനിറ്റ് എടുക്കരുത്. ഡാ ഫോൺ വിളിക്കുന്ന അവന്മാരായിരിക്കൂടാ. ആരെങ്കിലും കൊല്ലണം, പെട്ടെന്ന് വരാനായിരിക്കും അവന്മാര് പറയുന്നത്. നീ തന്നെ അവന്മാരെ കൊല്ലാൻ വേണ്ടി അവന്മാർ ആവശ്യപ്പെടും. ഇപ്പൊ നീ ഫോൺ എടുത്ത് ചോദിക്ക്. അവന്മാരങ്ങനെ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നീ അപ്പൊ തന്നെ വന്ന് എന്നെ വെടിവെച്ച് കൊന്നോടാ. തോമസേ എവിടെയാടോ നീ? പെട്ടെന്ന് വേണം. നീ അവന്മാരെ കൊല്ലണോടാ. നീ ഇപ്പൊ എവിടെയാണോ ഉള്ളത്? ഷൂട്ട് ചെയ്യണ്ട അവന്മാരെ. നിന്നെ കൊണ്ടേ അത് സാധിക്കും. പെട്ടെന്ന് വാടാ. നോ നോ, എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നിന്നെ മുതലെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എടാ തോമസേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നിന്നെ നോക്കി നിന്റെ അനിയത്തി വീട്ടിലുണ്ട്. നിന്റെ കൂട്ടുകാരായിട്ട് ഞങ്ങളുണ്ട് നിന്റെ കൂട്ടത്തിൽ. വാടാ വീട്ടിൽ പോവാം. വാ. അബി, സോറിടാ. അത് കുഴപ്പമില്ല, നീ വാ. എവിടാടാ പോയി വീണത്? ദേ രക്തം വരുന്നുണ്ടല്ലോ. കളിച്ചോണ്ടിരുന്നപ്പോ വീണതാ. ഇത്രയും മുതുക്കന്മാരായി, ഇനിയും കുട്ടികളെ മാറിയിട്ടില്ല. ശരി, ഞാൻ പോയി ഓയിൽമെന്റ് എടുത്തോണ്ട് വരാം. നീ എന്താ നിൽക്കുന്നേ? ഇരിക്കടാ. സിറ്റ് ഡൗൺ ഐസേ. ആ ഓ, ഈ തോക്ക് നിന്റെ ഉണ്ടായിരുന്നല്ലേ? ആ ഗ്യാങ് വാറിൽ 2 പേര് മരിച്ചു പോയതുകൊണ്ട് പോലീസ് എല്ലാവരും തേടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ തോക്ക് നിന്റെ കണ്ട വലിയ പ്രശ്നമാകും. ആദ്യം ഈ തോക്ക് കൊണ്ടുപോയി ഒരു സീക്രട്ട് പ്ലേസിൽ വെച്ചിട്ട് വാ. എടാ ആലോചിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് ചെല്ലേ. എന്തി അവൻ പോയി കളഞ്ഞോ? ടോണി എവിടെ മുത്തച്ഛ? എവിടെ പോയതാ? അവൻ എങ്ങോട്ടാടാ പറഞ്ഞിട്ട് പോന്നേ? അവനൊരു കൊച്ചു കുട്ടിയെ പോലെ. അച്ഛനും അമ്മയില്ലാത്ത കുട്ടി, ഒരുപാട് ലാളിച്ച് വളർത്തി. നിനക്കറിയാവുന്നതല്ലേ, അവൻ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാം ഞാൻ തന്നെയാ. സകലതും ഞാനാ. ടോണി, ടോണി, വി ആർ മിസ്റ്റേക്കൺ. നമ്മൾ വിചാരിച്ച പോലെ അബിയല്ല തോമസിനെ കൊന്നത്. നീ അവനോട് ചോദിച്ചായിരുന്നോ? ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. ആക്ച്വലി അന്ന് തോമസും അബിയും തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്. നിന്റെ ഗ്രാൻഡ് പേ ആണ് ഓയിൻമെന്റ് ഒക്കെ ഇട്ട് അബിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. നിന്റെ ഗ്രാൻഡ് പേയോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇത് തന്നെയാ പറഞ്ഞത്. ചെറുപ്പം മുതൽ നമ്മുടെ കൂടെ വളർന്നവൻ.
എന്തിന്? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് നിൽക്കും. അവനെ തന്നെ നമ്മൾ സംശയിച്ചല്ലെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഞാൻ എന്തുമാത്രം ടോർച്ചർ ചെയ്തെന്നറിയോ? അവൻ നല്ലവനാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്നെ കൊണ്ട് അവനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ടോണി. ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇപ്പോ അവനെ വിട്ടിട്ട് ഞാൻ പോകുന്നു. ഷെറിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ അവസ്ഥയിൽ നീ അവനെ തനിച്ചാക്കി വരരുത്. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് ഇനി പറ്റില്ല. എന്നെ തനിച്ചാക്കിട്ട് നീ എവിടെ പോയതാ? ഇഴനീതു ഞാൻ കാലമിന്നു മാറ്റി നീ പാതിയായി പിഞ്ചു നെഞ്ചു വിതച്ച പ്രണയമിന്ന് പൂ പൂത്തുവോ കുഞ്ചി വന്നു അരികെ മെല്ലെ മെല്ലെ നിൻ ചാരയായി മനം തരും ഞാൻ സ്നേഹിത സ്നേഹിത അറിയാതെ എങ്ങോ ഇഴനീതു ഞാൻ കാലമിന്നു മാറ്റി നീ പാതിയാ നിന്നരികെ ഇണയായി തഴുകി എൻ മനസ്സിൽ പടരും കുളിരേ നിന്നിഴലായി ഞാൻ നിന്നോട്ടെ നിന്നധരങ്ങൾ രസിക്കയാ സ്നേഹിത സ്നേഹിത എൻ മനസ്സിൽ നൂറു നൂറാശകൾ നീ വരുവാൻ മൗനമായി നിൽക്കയായി പകൽ നീ
മുൻപിൽ ഞാനായി എൻ വിരിമാറിൽ അണച്ചിടാ സ്നേഹിത സ്നേഹിത അറിയാതെ എങ്ങോ ഇഴനീതു ഞാൻ കാലമിന്നു മാറ്റി നീ പാതിയാ പിഞ്ചു നെഞ്ചിൽ വിതച്ച പ്രണയമിന്ന് പൂത്തുവോ കുഞ്ചി വന്നരികെ മെല്ലെ മെല്ലെ നിൻ ചാരയായി മനം തരും ഞാൻ. ഷെറിൻ 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 എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ട്, അതാ നിന്നെ വിട്ടിട്ട് പോകുന്നത്. സോറി. ഓൾ ദി ബെസ്റ്റ്. I think he's not here. Are you sure? കല്യാണം കഴിച്ചവളെയെ വേണ്ടെന്ന് വെച്ച് ആലോചിച്ച് നടക്കുന്ന ഈ രാജ്യത്ത് പ്രേമിച്ചവളെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന നീ ഉണ്ടല്ലോ, മിടുക്കനാടാ കൂട്ട, മിടുക്കൻ. അല്ല, ഈ ജൂലിക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. ജൂലിയെ കണ്ട എന്റെ മനസ്സിന്റെ കൺട്രോൾ. അത് വേണ്ട സാർ, അത് എന്റെ ആളല്ലേ സാറേ. കാണണമെന്നാ പറഞ്ഞതേ. നമ്മൾ രണ്ടുപേരും ജൂലിയെ കാണുന്നു, ജൂലിയെ പറഞ്ഞു മനസ്സിലാക്കുന്നു, അവളെ കല്യാണം കഴിക്കുന്നു. സാർ, നീ കല്യാണം കഴിക്കുന്നു, ഞാൻ നടത്തുന്നു. ഇന്ത്യയിൽ ഒരു താജ്മഹൽ, ന്യൂസിലൻഡിൽ ഒരു ജൂലി മഹൽ. എടാ, ഒരു കൊച്ചു സന്തോഷ വാർത്തയുടെ ഒരു ചെറിയ ഡൈവേർഷൻ ചെയ്യില്ലേ? ചെയ്യില്ലേ? തിരിക്കാൻ പറഞ്ഞില്ലേ? നേരെ പോ, നേരെ പോ. പതുക്കെ പതുക്കെ. നിർത്ത് നിർത്ത് നിർത്ത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തതെല്ലാം പഴയ ലാപ്ടോപ്പായിരുന്നു. ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലാപ്ടോപ്പ് ഉണ്ടല്ലോടാ, പുതിയ ലാപ്ടോപ്പ്. ഇവരെ എങ്ങനെ പരിചയപ്പെട്ടത്? ഇവളെ ഞാൻ ഫസ്റ്റ് ഫേസ് ടു ഫേസ് ചെയ്തതേ ഫേസ്ബുക്കിലാണ്. മെസ്സേജ് അയച്ചേച്ച് ഞാൻ വളച്ചെടുത്ത്. ഇപ്പൊ ഫിറ്റ്നസ് നോക്കിയിട്ട് വരാം. നീ വെയിറ്റ് ചെയ്യണേ. ബൈ ബൈ, ടേക്ക് കെയർ. സാർ, ഒത്തിരി താമസം ഉണ്ടോ? 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ? ഹലോ. ഇവിടെ എത്തിയോ? ഇല്ലടാ, ആ മാങ്ങാത്തലയും ലാപ്ടോപ്പ് തേടി പോയേക്കോടാ. ഇതിന്റെ പേരാണ്ടാ സാധനത്തിന് തേടി പോവാന്ന് പറയണേ. ഡാ നിർത്തടാ, ആദ്യം എന്താ വിളിച്ചെന്നുള്ള കാര്യം പറ. കാറ് കിട്ടി മോനെ, ഇപ്പളാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എടുത്തുണ്ടോന്നേ. അടിപൊളി പണിയാ. കണ്ടിന്യൂ. ഡാ,
ഫോൺ വെക്കടാ. അയ്യോ, എന്നെ രക്ഷിക്കാൻ കൂട്ടുകാരൻ വരുന്നില്ലല്ലോ. അയ്യോ, സന്തോഷം സഹിക്കാൻ വയ്യാതെ ഞാൻ ഈ പ്രാന്തിയുടെ കയ്യിൽ അകപ്പെട്ടല്ലോ. അയ്യാ, ഇതൊരു വലിയ ആപത്താണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്റെ കെട്ടടിച്ചു വിടറി വെള്ളക്കാരി, പുറത്ത് വിടറി വെള്ളക്കാരി. അയ്യോ, എന്നെ കൊല്ലുന്നേ. അയ്യോ കൂട്ടുകാരാ, കൂട്ടുകാരാ. അയ്യോ, അയ്യോ, രക്ഷപ്പെട്ടോ. എന്റെ പൊന്നമ്മോ, എത്ര വലിയ മണിമാളികയാ. ഈ മാളികയിലെ പെണ്ണിനാണോ നീ വളച്ചേ? ഇതെല്ലാം നീ പ്ലാൻ ചെയ്ത് വെച്ചാണല്ലോ ഉറപ്പിക്കുന്നേ. എന്താ സാറേ ഇത്? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഞാൻ തോക്കും. ഇവനെ 2 എണ്ണം അടിച്ചിട്ട് പോയാൽ ഞാൻ ജയിക്കും. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരുന്നാൽ മതി, നമുക്ക് ഉറപ്പായിട്ടും ജയിക്കാം. ഇറങ്ങാം, പോവാം. ഞാൻ പച്ചയ്ക്ക് പോയെന്ന് നോക്കട്ടെ എങ്ങനെ ജയിക്കുമെന്നറിയാല്ല. കൃഷ്ണമൂർത്തി, ഞാനും വരുന്നേ. ഞാൻ വിചാരിച്ചു നിനക്കാ നീളം. നിന്നെ കണ്ട അയ്യോ, എന്റെ ഫ്രണ്ട് ഫോട്ടോഗ്രാഫറാ. ഇതിനു മുമ്പ് നിനക്കറിയാവോ? അറിയാം. നോക്ക് സാർ, എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു. ഇവൻ ആ കല്യാണത്തിന് വന്നതായിരിക്കും. വിഷമിക്കാതെ, ഇന്ത്യ അല്ലല്ലോ. അവിടെ കൂട്ടുകാരന് ദ്രോഹം ചെയ്താൽ അടുത്ത് വന്ന് നിൽക്കും. ഇവന് കൾച്ചർ അറിയത്തില്ല. ശരി, ജൂലിയെ വിളി. ജൂലി, ഇറങ്ങി വാ. എന്താ പറഞ്ഞ? ജൂലിയെ വിളിച്ചതാ. നല്ല സൗണ്ടിൽ വിളിയിടാ. ജൂലി, ഇറങ്ങി വാ. എനിക്ക് നിന്നെ വേണം. എനിക്ക് എന്റെ കൂട്ടുകാരൻ വേണം. എനിക്ക് നീതി വേണം. എനിക്ക് ന്യായം വേണം. എനിക്ക് ധർമ്മം വേണം. എനിക്കെല്ലാം വേണം. ഇത്രയും വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇനി സമരം വിളി. സമരം ചെയ്യും, സമരം ചെയ്യും. ഈ റോഡിൽ നിന്ന് സമരം ചെയ്യും. സമരം ചെയ്യും. പ്രേമം ജയിക്കുന്നിടം വരെ സമരം ചെയ്യും. സമരം ചെയ്യും, സമരം ചെയ്യും. സമരം ചെയ്യും, സമരം ചെയ്യും. നിന്നെ കിട്ടുന്നിടം വരെ സമരം ചെയ്യും. സമരം ചെയ്യും. എന്തുവാ പറയുന്നത്? സാർ, വെള്ളം അടിച്ചിട്ടുണ്ടോന്നാ? ഞാൻ കുടിച്ചിട്ടുണ്ടോന്നോ? അവിടെ ഞാൻ 2 എണ്ണം അടിക്കാന്ന് പറഞ്ഞു. നീ സമ്മതിച്ചാ? വെള്ളം അടിച്ചിട്ടൊന്ന് സംസാരിച്ചാൽ ഇവനൊക്കെ ശരിയാവത്തുള്ളൂ. എന്തുവാടാ പ്രൈവറ്റ്? എന്തുവാടാ? അവന്റെ കാമുകി പോയെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞോണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ഫംഗ്ഷൻ ഗവൺമെന്റ് ഫംഗ്ഷൻ അടിച്ച് ശരിയാക്കളല്ലോ. ജൂലി, ജൂലി വാ, എല്ലാരോടും പറ. നിന്നെ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്ന ഈ കല്യാണം നടത്തുന്നതെന്ന് എല്ലാവരുടെ മുമ്പിൽ നീ പറ. എന്തിനെങ്ങനെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ വിഷയം ഉണ്ടാക്കുന്നു. ആരും എന്നെ കമ്പൽ ചെയ്തല്ല ഈ മാരേജ് ഫിക്സ് ചെയ്തത്. ഞാൻ തന്നെ സ്വയം ഈ മാരേജിനെ അക്സെപ്റ്റ് ചെയ്തതാ. ജൂലി, ചുമ്മാ ഒരു കാര്യമില്ല തന്നെ പുറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യരുത്. നീ എന്താ കരുതിയേ നിന്റെ കൂടെ നോർമൽ ലൈഫിന് ഞാൻ തയ്യാറാകുമെന്നോ? എനിക്ക് ആ ലൈഫ് സ്റ്റൈൽ ഒന്നും സെറ്റ് ആവത്തില്ല. ലൈഫിൽ എപ്പോഴും അടുത്തടുത്ത സ്റ്റേജ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോഴേ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. ആൻഡ് അതാണ് എനിക്കും വേണ്ടത്. അങ്ങോട്ട് നോക്ക്. ദാറ്റ്സ് മൈ ഫിയാൻസി. അയ്യോ, എന്താ ഇവിടെ കണ്ട 8 കല്യാണം കഴിച്ച മാതിരി ഉണ്ടല്ലോ. ജൂലി, എനിക്കൊരു സത്യം അറിയണം. എന്ത്? നിന്നെ കല്യാണം കഴിച്ച് ഫോട്ടോ എടുത്തോണ്ട് മറ്റുള്ളവരുടെ കാറിൽ ചുറ്റണമെന്നാണോ പറഞ്ഞു വരുന്നത്? ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതില്ലാതെ പെണ്ണുങ്ങളുടെ പുറകെ നടന്നാൽ മാത്രം പോരാ. അദ്ദേഹം ആരാന്നറിയോ? വോഗ് മാഗസിന്റെ ഹെഡാണ്. മൾട്ടി മില്യനർ ആണ്. സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ലൈഫ്. അതൊക്കെ വിട്ടിട്ട് ഞാൻ നിന്റെ കൂടെ വരണമെന്നാണ് പറയുന്നത്. ആദ്യം നീ നിന്റെ ലൈഫിന് ബെസ്റ്റ് ആയത് സെലക്ട് ചെയ്യാൻ പഠിക്കണം. മൾട്ടി മില്യനറോ അതോ ഓർഡിനറി ഫോട്ടോഗ്രാഫറോ? ഏതാ ബെസ്റ്റ്? ചുമ്മാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് പോവാൻ നോക്ക്. അവൾ പോവാൻ പറഞ്ഞില്ലേ? പോ. ഒരു നിമിഷം നിലടി. നിന്റെ സഹോദരി എടുത്ത് 2 മിനിറ്റ് സംസാരിക്കണം. പോ പ്ലീസ്. എടി കൊച്ചെ,
കാറുള്ളവനെ കിട്ടിയ 2 വീലർ ഉള്ളവനെ വിട്ടുകളയൂ അല്ലേ? ഇത്രയും വലിയ വീടുള്ളവനെ കിട്ടിയപ്പോൾ നീ കാറി വന്നവനെ വിട്ടുകളഞ്ഞു. ഇങ്ങനെ കാശ് നാശിച്ച് നീ മധ്യവയസ്കൻ്റെ പോകാൻ തീരുമാനിച്ചില്ലേടി? ഇത് നീണ്ടുപോകുമോ? ദാ നോക്ക്, അടുത്ത വർഷം ഇവനെയും കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കത്തില്ലേ? അപ്പ നിന്റെ വീട്ടിൽ വന്നടിക്കും. വിടറ. ലവ് എന്നൊക്കെ പറയുമ്പോ കേരളത്തിലെ പെണ്ണു ഒന്ന് തന്നെ, ന്യൂസിലാൻഡിലെ പെണ്ണു ഒന്ന് തന്നെ. എന്താ അടുത്ത റൗണ്ട് വരുന്ന? ആരാ ഷെറിൻ? എന്നെ 2-3 പ്രാവശ്യം കോൾ ചെയ്ത് നിന്നെ തന്നെ കല്യാണം കഴിക്കോളെന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. ഷീ ഷുഡ് ബി ഡെഫിനറ്റ്ലി എ ഗുഡ് ഫ്രണ്ട്. ക്രിസ്റ്റീന എന്റെ കളിക്കൂട്ടുകാരിയാ. ഹായ്. ചെറിയ വയസ്സിൽ ഒന്നായിട്ട് പഠിച്ചതാണ്. അതെ. ദിസ് ഈസ് കുമരൻ. നേരത്തെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ടിരുന്നു. നല്ല ക്ലോസ് ആയിരുന്നു, നല്ല ക്ലോസ് ആയിട്ട് പഴി. ഇനി ഞങ്ങളെ ആരും വിരിച്ചാലും പിരിക്കാൻ പറ്റത്തില്ല. എന്റെ കാറാവേ ഓടിക്കുന്ന. നീ പറ. അത്രേ ഉള്ളൂ. വരുന്ന വഴിയിൽ ഈ സാറുണ്ടല്ലോ. എന്തുകൂടെ വരുന്ന വഴിയില്ല? എന്തുകൂടെ വരുന്ന വഴി? വരുന്ന വഴി ചായ കുടിക്കാൻ അവിടെ നിർത്താൻ പറഞ്ഞു. അപ്പൊ അതാണാ പറയാൻ പോകുന്നത്. നീ നിന്റെ കഥ പറ. ജൂലിയുടെ വീട്ടിൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഷെറിന എന്നെ ഇങ്ങോട്ട് അയച്ച്. ഷെറിൻ 2-3 ദിവസമായിട്ട് എന്റെ കൂട്ടത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്തോ അത്യാവശ്യ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കത്ത് എഴുതി വെച്ചിട്ട് പോന്നു. എനിക്കറിയാം. ആക്ച്വലി ഷെറിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അവൾ എന്നെ നല്ല കൂട്ടുകാരിയാ. എടാ, ഞാൻ പറയുന്നത് ഫ്രണ്ടിനേക്കാളൊക്കെ അപ്പുറവാ. ശരിക്കും പറയണെങ്കിൽ അവൾ നിന്നെ ശരിക്കും പ്രേമിക്കുന്നുണ്ട്. നിന്നോട് പറയാതെ മറച്ചതാ അവള്. 5 വർഷത്തിന് മുന്നേ നീ സമ്മർ വെക്കേഷൻ ഇവിടെ വന്നപ്പോ നിന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് കുറെ ആഗ്രഹത്തോടെ കൂടെ അവള് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഷെറിൻ, ഷെറിൻ, എന്താടി എന്നെ അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞേ? നാളെ അബി വരും. ഇത്തവണ അവൻ വരുമ്പോ അവന് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ ഡിസൈഡ് ചെയ്തു. Really? Finally you have decided to tell him. Yes. ഇനി ആളെ ഒരിക്കലും കയ്യെ പിടിക്കാൻ കിട്ടത്തില്ലല്ലോ. നീ വരുന്നതറിഞ്ഞ് നിന്നെ കാണാൻ വേണ്ടി അവള് സന്തോഷത്തോടെ ഓടി വന്നു. Hey Merlin, this is my close friend Sharon. Hi, this is hi. my girlfriend Merlin. Yes? Okay. നീ തെറ്റാണ് ചെയ്യുന്നത് ഷെറിൻ. നീ അവനെ പ്രേമിക്കുന്നുണ്ടെന്ന് അവനോട് പറയണായിരുന്നു ഷെറിൻ. എങ്ങനെ ക്രിസ്റ്റീന? അവനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്ന് ഷീ ഈസ് മൈ ഗേൾ ഫ്രണ്ട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഞാൻ എങ്ങനെ ഇനി പറയാനാ? ഞാനാ അവനെ സ്നേഹിച്ച്. ബട്ട് അവന്റെ മനസ്സിൽ മെർലിനാ ഉള്ളത്. അങ്ങനെ ഇരുന്നോട്ടെ, അതിനെ ബ്രേക്ക് ചെയ്യണ്ട. നീയോ ഇല്ലാതെ തോമസ് കാണാതെ പോയ സമയത്ത് മാനസികമായി വിഷമിച്ചവള് വല്ലാതെ അപ്സെറ്റായി പോയായിരുന്നു. തോമസിന്റെ ബോഡി കിട്ടിയതിന് ശേഷം ചില സിറ്റുവേഷനിൽ നീ ആയിരിക്കും ചിലപ്പോൾ അവനെ മർഡർ ചെയ്തതെന്ന് വിചാരിച്ചായിരുന്നു. ഷെറിൻ മാത്രമല്ല, ഞാൻ, ടോണി, എല്ലാവരും നീയാണെന്നാ കരുതിയത്. അപ്പോഴാണ് ഷെറിൻ നിന്നെ പിന്തുടരാൻ തുടങ്ങിയത്. ഞങ്ങൾ അറിയാതെ നിന്നെ സംശയിച്ചു പോയെന്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. നിന്നെ സംശയിച്ചെന്നുള്ള അവളുടെ കുറ്റബോധവും നിന്റെ മേൽ അവൾക്കുള്ള സ്നേഹവും അതൊക്കെ അവൾ നിന്നെ ഫേസ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു.
ഒരുപാട് സങ്കടത്തോടെ ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ പുറപ്പെട്ടു വന്നു. ചെറുപ്പം മുതലേ ഒരു പെണ്ണ് നിന്നെ നല്ലോണം മനസ്സിലാക്കി പ്രേമിച്ചിരിക്കുന്നു. അവളെ നീ മനസ്സിലാക്കാതെ ആരോ ജൂലി മെറിൽ എന്ന് പറഞ്ഞ് നീ പോന്നു. നീ നന്നായിട്ട് ജീവിക്കണം, നീ ആഗ്രഹിച്ചതൊക്കെ നടക്കാനും വേണ്ടിയാ ജൂലിയോട് അവൾ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്തത്. പക്ഷെ അത് നടന്നില്ല. ജൂലിയുടെ കാര്യത്തിൽ നീ കുറെ അപ്സെറ്റ് ആവുമെന്ന് വെച്ചാ നിന്നോടൊപ്പം ഉണ്ടാകാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇപ്പോഴും അവളുടെ മനസ്സിൽ നീ തന്നെയാണ് അവള്. എടാ, ഇന്ന് ജൂലിയും പറഞ്ഞായിരുന്നല്ലോ ഡെഫിനറ്റ്ലി ഷീസ് എ ഗുഡ് ഫ്രണ്ട് എന്ന്. ഇനി എന്താ ആലോചിക്കുന്നത്? ഷെറിൻ എവിടെ ഉണ്ട്? മാനം മുട്ടെ പോകാമിനിയും കാറ്റും കടലും മലയും താണ്ടി കണ്ണിൻ മണിയായി കാത്തേടാം ഞാനും എന്നും കണ്ണിൻ മണിയായി കാത്തേടാം ഞാനും. പൊന്നാരം താഴെ ഇനി താഴെ തിരഞ്ഞില്ലേ എരിവേനൽ കുടയേന്തി വരുമോ വണ്ണാത്തിക്കിളിയേ നീ വരുമോ എന്നരികെ ഇടം തേടി വരുകില്ലേ അഴകേ എങ്ങോ ഒരു യാത്ര പോകെ വന്നോ ഒരു കൂട്ടു നീയും. പൊന്നാരം താഴെ ഇനി താഴെ തിരഞ്ഞില്ലേ എരിവേനൽ കുടയേന്തി വരുമോ താളമായി രാഗമായി എൻ മനം നീ കവർന്നിതാ മാറിവിൽ കൂടു നീ വെണ്ണിലാവിൽ മന്ത്രമാ. ഒരു മഴയാകുമോ എന്നിലൂടെ കൂടെ കൊണ്ടുപോകുവാനും ഞാനും വന്നു പടവുകൾ താണ്ടി നാമും എങ്ങു പോയി. നിൻമൊഴി കേൾക്കുവാൻ എന്നുമെന്നും കാത്തു ഞാൻ പാൽനിലാത്താഴ്വര പാർപ്പിടം നാം തീർത്തുവോ. ഇരുവുയിർ കടലിൽ നോക്കി എങ്ങു പാഞ്ഞു ഹൃദയത്തിൽ കണ്ണു നീരു പെയ്തതില്ല കരളിന് നൊമ്പരങ്ങൾ വേണ്ടതില്ല. ഉയിരേ, പൊന്നാരം താഴെ ഇനി താഴെ തിരഞ്ഞില്ലേ എരിവേനൽ കുടയേന്തി വരുമോ വണ്ണാത്തിക്കിളിയേ നീ വരുമോ എന്നരികെ ഇടം തേടി വരുകില്ലേ അഴകേ എങ്ങോ ഒരു യാത്ര പോകെ വന്നോ ഒരു കൂട്ടു നീയും.
എടാ അബി എപ്പോഴാ വന്നേ? രാവിലെ തന്നെ വന്നു. ആ ഷെറിൻ അകത്തുണ്ട് വാ. ഷെറിൻ 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 എന്തി ആന്റി? മുത്തശ്ശ മുത്തശ്ശ, വേറെ സ്റ്റോണി ആൻഡ് വേറെ ഷെറിൻ. ടോണി, ചെറുപ്പം മുതൽ നമ്മളെല്ലാവരും ഇവിടെയല്ലേ ഫുട്ബോൾ കളിച്ച്? ഇതിന് സീക്രട്ട് പ്ലേസ് എന്ന പേര് വെച്ചത് തന്നെ തോമസ് ആണല്ലേ? നമ്മുടെ ഫേവറേറ്റ് പ്ലേസ്. ഇവിടെ നിന്നല്ലേ തോമസിന്റെ ബോഡി, അല്ല വെറും സ്കെൽറ്റൻ നമുക്ക് കിട്ടിയത്. ഈ സ്ഥലത്തിനും തോമസിന്റെ ഡെത്തിനും എന്തോ ഒരു ബന്ധമുണ്ട്. തോമസിനെ കൊന്നത് അബിയാണെന്ന് വിചാരിച്ചത്, പക്ഷെ അത് അബി അല്ലാന്നിപ്പോ നമുക്ക് മനസ്സിലായി. പിന്നെ പിന്നെ ആരായിരിക്കും കൊന്നത്? എന്റെ തോമസിന്റെ ബോഡി കിട്ടിയെന്ന് നീ തന്നെയല്ലേ ഫസ്റ്റ് വന്ന് പറഞ്ഞേ? അതിനുശേഷമാണ് ഞാൻ വന്ന് റിങ്ങും വാച്ചും ഒക്കെ നോക്കി അവൻ തന്നെയാണെന്ന് കൺഫേം ചെയ്തത്. പക്ഷെ അതിന് മുന്നേ തന്നെ അത് തോമസിന്റെ ബോഡിയാണെന്ന് നീ എങ്ങനെ കൺഫേം ചെയ്തത്? പറയ് ടോണി, നിനക്ക് എങ്ങനെയാ അറിയാവുന്നത്? പറയ് ടോണി, നിനക്ക് എങ്ങനെയാ അറിയാവുന്നത്? പറയ് ടോണി, പറയ്, നിനക്ക് എങ്ങനെയാ അറിയാവുന്നത്? നിനക്കും തോമസിന്റെ കൊലപാതകത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അറിയാം. പറയ്, ആരെന്റെ തോമസിനെ കൊന്നത്? Just say it. Talk to me. നിനക്കറിയാം, നിനക്ക് നല്ലതുപോലെ അറിയാം. You know it and you're hiding it. Just tell me. പറയ് ടോണി, who killed my brother? പറയ്, പറയാനല്ലേ പറഞ്ഞത്? You know it. നീ പറയുന്നുണ്ടോ? പറയാനാ പറഞ്ഞത്. തോമസിനെ കൊന്നത് ആരാണ് ടോണി? പറയാനാ പറഞ്ഞത്. പറയാൻ. ഞാൻ തന്നെയാ തോമസിനെ കൊന്നത്. ഒന്നല്ല, രണ്ടുപേർ ഞാൻ കൊന്നിട്ടുണ്ട്. ഇപ്പൊ നീ നിൽക്കുന്നത് പോലും ഒരു ബോർഡിയുടെ മുകളിലാ. നീ എന്നെ കാണുമ്പോഴൊക്കെ മുഖം തിരിച്ചു പോവാറില്ലേ? എപ്പോഴൊക്കെയാ എന്നെ ഒഴിവാക്കാൻ നോക്കിയത്? കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ എങ്ങനെയൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയത്? നിനക്ക് അവരോടൊപ്പം കളിക്കാൻ പറ്റില്ലടാ. മൈൻഡ് യുവർ ബിസിനസ്. നീ എന്റെ ഒരു സുഹൃത്ത്, അത്രമാത്രം. അതുകൊണ്ട് മാത്രം എന്നെ അവോയ്ഡ് ചെയ്യാതെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ച് എന്നെ എതിർത്ത് സംസാരിക്കാത്ത ഗ്രൂപ്പോട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത്. അതിൽ ജാസ്മിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ
അവളും നീ ചെയ്തതുപോലെ തന്നെ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. I couldn't accept the situation. ജാസ്മിൻ, അപ്പോഴാ ആ സമയത്ത് നിന്റെ അനിയൻ എവിടേക്ക് വന്നത്? ടോണി, തെറ്റുപറ്റിപ്പോയെന്നും എന്നോട് ക്ഷമിക്കെന്നും ഇനി ഇതുപോലെ ഒരിക്കലും ചെയ്യില്ലെന്ന് അവനോട് കെഞ്ചി പറഞ്ഞു. പക്ഷെ അവൻ ഈ വിവരം പോലീസിനെ അറിയിക്കുന്നു പറഞ്ഞ് വാശി പിടിച്ചു. ജാസ്മിൻ, 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 എഴുന്നേക്ക് ജാസ്മിൻ, ജാസ്മിൻ, എന്തു പറ്റി ജാസ്മിൻ? എഴുന്നേക്ക്, എന്തു പറ്റി? അപ്പോ ഞാനെന്താ ചെയ്തെന്നറിയോ? ഫ്രണ്ടാണെന്ന് വിചാരിച്ച് അവൻ എന്നോട് ക്ഷമിക്കാൻ വരുന്നില്ലേ? അവൻ എന്നെ വെറുതെ വിട്ടില്ല. അതുകൊണ്ട് ഞാനും അവനെ വിട്ടില്ല. സോ ഐ ഫിനിഷ്ഡ് ഹിം. അവനെ പോലെ തന്നെ ഇപ്പൊ നീ വന്ന് മുന്നിൽ നിൽക്കുക. വിടില്ല എന്നും പറഞ്ഞ് തോമസിന്റെ ബോഡി ഇവിടെ കാണാൻ വന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാതെയാണ് നീ വന്ന് നിന്നത്. നീ തന്നെ വന്ന് അബിയാണ് അവനെ കൊന്നതെന്ന് എന്നോട് പറഞ്ഞു. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവന്റെ പിന്നാലെ നടക്കുകയായിരുന്നു. നീ സത്യം മനസ്സിലാക്കുന്നതിന് മുൻപ് അബിയെ കൊല്ലണം തീരുമാനിച്ചു തന്നെയാണ് ഞാൻ അവന്റെ അടുത്തേക്ക് ആളെ അയച്ചത്. ഓ സ്റ്റുപ്പിഡ് ഫെലോസ്, അവർക്കതിന് കഴിഞ്ഞില്ല. ഷൂട്ട് ചെയ്യാം. ഇപ്പോ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലേ? എന്താ എന്നോട് പ്രതികാരം ചെയ്യാൻ പോവാ? എന്നോട് പ്രതികാരം ചെയ്യാൻ പോവാണോന്ന് നിന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറയ്. എന്നെ നീ കൊല്ലാൻ പോവാണോ? എന്നെ നീ കൊല്ലാൻ പോവാണെന്ന്? എന്നെ കൊല്ലാൻ പോവാണോ? എന്നെ നീ കൊല്ലാൻ പോവാ? എന്നെ നീ കൊല്ലാൻ പോവാണെന്ന്? തോമസിനെ കൊന്നത് അവനാ. എടാ ടോണി, എടാ നീയോ? വേണ്ട അബി, വേണ്ട. എന്നാ എന്ത് പറ്റി?
I'm sorry, Tony. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നടാ. അറിയില്ല. ഏയ് ദേ ഷെറിൻ, അങ്ങോട്ട് നോക്കിയേ, കുമരൻ സാറ്. വിദേശത്ത് ജോലി തിരക്കി വരുന്നവരടുത്ത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ജോലി തിരക്കി വന്ന് വെറും ജോലി മാത്രം ചെയ്യണം. എന്നെ പോലെ ആവരുത്. ആയാ ഈ ഗതി വരും. അയ്യോ, വണ്ടി വിടുതോഴ. ഞാൻ ഇപ്പൊ എന്റെ ജീവനും കൈ പിടിച്ചോണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം.